ഓഹോ, അപ്പൊ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? വഞ്ചിക്കയോ? ഒന്നും പറയണ്ട. പ്രേമവും പരിചയം പുതുക്കലും ഒക്കെ പട്ടാപ്പകൽ പൊതുവഴി വെച്ച് തന്നെ വേണോ? പബ്ലിക് റോഡിൽ ആൾക്കാർ കാണുമെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ആ കോൺസ്റ്റബിളുമായിട്ട് എന്താ ഒരു തമാശ? ഭാഗ്യേട്ടൻ എന്തൊക്കെയാ പറയണേ? ദേ, എന്നെ വെറും മണ്ടനാക്കരുത് നീ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ബഹളം? എനിക്കൊന്നും അറിയില്ല. ഭാഗ്യേട്ടൻ വന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറയാ. എന്താണ് നിനക്ക്? ചോര കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് കൊടുത്ത വാക്കമ്മായി മറന്നുപോയോ? അതൊക്കെ ഇപ്പോഴെന്തിനാ വിളിച്ചു കൂവുന്നത്? ഇനിയും വിളിച്ചു കൂവില്ലെങ്കിൽ കുറുക്കന് വെച്ചത് കുറുനരി കൊണ്ടുപോകും. നീ ഇങ്ങനെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് പഠിച്ചോട്ടെ. തൽക്കാലം എന്റെ ചന്ദ്രമതി അമ്മായി ഒന്ന് അകത്തേക്ക് പോയേ. എനിക്ക് അഞ്ജുവിനോട് 5 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അകത്ത് പോകാൻ. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ടെന്നതും ഒക്കെ നീ മറന്നു. കടമിഴി കോണിൽ കടാക്ഷം ഒളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അതെ, ഇംഗ്ലീഷിൽ. ഒന്നും ഒളിക്കാൻ നോക്കണ്ട. Charms attract the eyes, but merit wins the soul. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അറിയാമോന്ന്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. വേടാവിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പടിനെ ശല്യം ചെയ്യുന്നോടാ. അമ്മാവൻ ഞാൻ പറഞ്ഞല്ല, അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയുന്നത്. ഞാൻ പറഞ്ഞു. എടാ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്നറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴ അവന്റെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു SI-യോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ. എടാ, നീ എങ്ങനെ SI ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴ എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം ആളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് MBBS MS ഗവൺമെന്റ് ചീഫ് സർജൻ. ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം. ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയ അമ്മാവ് വിഴുകിക്കോളും. ഇല്ലേ അമ്മാവ? വിഴുങ്ങും. കണ്ട, എനിക്കും 2 എടുത്തോ. ഇതെന്താ ഡിസൈൻ ലെറ്ററോ? രാജിക്കത്താണോന്ന്? തലയില്ലാത്ത തന്നോട് ഇതെന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കടിക്കുന്ന പട്ടിക്ക് എന്തിനാശാനെ തല? അയ്യോ, കടിക്കണ്ട. ഈ പട്ടി ഒന്ന് കുരച്ചു കണ്ടാ മതിയായിരുന്നു. എടാ പുല്ല, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ? എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. കൊയ്യാന്നോ? ഞണ്ണാന്ന്. വായടക്കേ, പണിയെടുക്ക്. സുഖേട്ടാ, സുഖേട്ടാ, ഒന്ന് എഴുന്നേറ്റേ. ഇത് നോക്കി. എന്താ ഇത് കണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ 2 റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്. 2 തവണ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ, എനിക്ക് സന്തോഷായി. നമ്മൾ അടുത്തറിയുന്ന ആരോ ഒപ്പിച്ച സൂത്രായത്. ഇനിയിപ്പോ നിന്റെ അനുജനോ മറ്റാവോ? ആരായാലും എന്താ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയതല്ലേ. ഇന്നത്തെ ഫസ്റ്റ് ഷോ കണ്ടേ പറ്റൂ. എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:45 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കുന്നത്. അച്ഛനൊരു കാര്യം ചെയ്യും. എന്താ? കഷ്ടപ്പെടുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ അവന്റെ കരണക്കുറ്റി നോക്കി പൊട്ടിക്ക്. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള ഉപദേശമല്ലേ? എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ. അച്ഛയ, കുറെ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു. എന്ത് പണി? കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക.
മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് ആവശ്യമാണല്ലോ. Dead or alive, 50 lakhs reward. നമ്മുടെ ഒന്നും തലക്ക് ഒരു വിലയില്ല അച്ചായ. കാട്ട് കള്ളന്മാരുടെ തലക്ക് കണ്ടില്ലേ 10 ലക്ഷം 50 ലക്ഷം. ശരിയാ. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. വന്നു. എന്താടോ? ഒപ്പ്. ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? വേണ്ട. ദാ. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. ക്യാഷ് ആയിട്ട് 10,000 രൂപയും. അഞ്ഞി ദമ്പതികളെ 1.5 പവനും 400 ഉലുവയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭവനഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ. ഒരു പക്ഷേ എന്റെ കളർ TV അടിച്ചെടുത്തതും അവനായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒരാഴ്ചക്കകം ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ല കമ്മാരാ, ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അയ്യോ, മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണേ. അതേതായാലും നന്നായി. പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ, ഇടിച്ചിന്റെ പരിപ്പിളക്കും. പരിപ്പിളക്കരുത്. അല്ലേ? പരിപ്പിനൊക്കെ ഭയങ്കര വിലയാ. നിങ്ങൾ പൊക്കോളൂ കേട്ടോ. ശരി സാർ. എന്താണ് ആശാനെ പാത്തും പതിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല. ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേരെ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ ഫിലോപ്പസി വേറെയാണെന്നർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോസഫി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോഷ്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ? ജെനിമിനേറ്റർ അല്ലേ? ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവർ ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. പിന്നെ വെളിച്ചമേ നയിച്ചാലും നീ ആളകത്താക്കി ഇറങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ വൈകുന്നേരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും XMP-യുമായ PVC-യിൽ നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി 25 ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും അല്ലേ ആശാനെ? സമ്മേളന നഗരിയിലേക്ക് ആശാൻ എന്താ ആലോചിക്കുന്നത്? ബ്ലോക്ക് ആവുന്നതിനെ കുറിച്ചാണോ? സമ്മേളനം നാളെ. അപ്പൊ 25 ലക്ഷം രൂപയുടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും. നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്റർജി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം. അതിനെന്താ, ഇപ്പൊ തന്നെ പൊക്കാലോ. കേട്ടോടെ, അതിനിവിടെ ആൾക്കാരുണ്ടോ, അതിനെ പറ്റി അന്തരീക്ഷമാണെന്നൊക്കെ അറിയണ്ടടാ കിഴങ്ങോ. ഓ, അത് ശരിയാണല്ലോ. അല്ല ആശാനെ, ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ കറങ്ങുമ്പോ ആ നേതാവും ബെബനോത്തി അവിടെ നിൽക്കണേ കണ്ടല്ലേ? കേന്ദ്രത്തിൽ വരുന്ന മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ്. അല്ല, അവരവിടെ ഉണ്ടെന്നുള്ളത് നിനക്ക് ഉറപ്പാണോ? എന്റെ പൊന്ന ആശാനെ, ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേക്കല്ലേ. എന്നാ ഇതാണ് പറ്റിയ അവസരം. ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിൽ കടന്നു. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാന്റെ വീട് ഞാനങ്ങ് ക്യാൻസൽ ചെയ്യടേ. അയ്യോ ആശാനെ, നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യയുണ്ട്. രാത്രിയാവട്ടെ. അലുവ. ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാവൊളിച്ച് നിൽക്കാതെ ഇതെന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങ. എനിക്കറിയാം ആശാനെ, നേതാവിന്റെ വീട്ടിൽ കയറി 25 ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു. എടാ വായ്ക്ക് കൊള്ളാത്തവനെ, ഇത് സാധാരണ അലുവ അല്ല. ഇതില് ചക്കയിരക്ക് ചേർത്തിട്ടുണ്ട്. പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും. ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കുകൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും. അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ കുരക്കാനോ പറ്റുമോ? ഒരു സീരിയസ് തന്നെ. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീ നോയിക്കോ. വാ വാ, ഞാൻ എങ്ങനെ
പട്ടി നോക്കണം. നീ നോക്കിയോ, പ്ലാൻ സക്സസ്. സത്യം, പല്ല് ചലച്ചു. പല്ല് ചലച്ചല്ലടാ, ഞാൻ പട്ടി വിളിച്ചതാ. ആ മ്യൂസിക് വേണ്ട. ആ വേണ്ട അച്ഛൻ, 2 എണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ. അലുവ മാറിപ്പോയോടെ. ഞാനൊന്നും തിന്ന് നോക്കിയാൽ വേണ്ട, ഒട്ടിപ്പോവും. അതിപ്പോ കണ്ടല്ലോ. നീ എന്നെ വിഷമിപ്പിക്കാടാ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റ ആശാനും വീഴും. ഇത് അടി തെറ്റിക്കൊണ്ടൊന്നുമല്ല. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല. തോട്ടയല്ലടാ, കോട്ട. ബുദ്ധി വേറെ ഉണ്ട്. പക്ഷെ 2 എണ്ണം വീശിയാലേ നടക്കൂ. ആദ്യം നമ്മൾ പട്ടിയെ പോക്കുന്നു. അപ്പൊ പെട്ടിയോ? അതിനുശേഷം പെട്ടി ഞാൻ പൊക്കുന്നു. അതെങ്ങനെ ആശാൻ? അതിനൊരു പുതിയ നമ്പർ ഉണ്ട്. ഇനി ഏത് നമ്പറാണാവോ? നീ വാ. വെടിവെച്ചു. അല്ല, നിന്നെ ആരോ വെടിവെച്ചു. അയ്യോ, എന്റെ മുമ്പ് തന്നെ വന്ന് ചാടി അല്ലേടാ. കാര്യം നിനക്ക് അറിയില്ലേ? ഫണ്ട് മോഷണം. രാഷ്ട്രീയ നേതാവും മുൻ MP-യുമായ PVC-യുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപ മോഷണം പോയി. ഈനാശു എന്ന കള്ളനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ എന്താണ് തേങ്ങാക്കൊല. നിർത്തണേ. സാറേ, ഇത് കണ്ടോ? ഈനാശു നിരപരാധിയാണ്. അതെ, അവൻ നിരപരാധി തന്നെയാണല്ലോ. പോലീസുകാർ ഇപ്പൊ അവനെയാ പിടിച്ചിരിക്കുന്നേ. പേടിക്കണ്ട, ഇന്ന് അവനെ അവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല. കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും. സത്യമാണോ ഇത്? വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ. ഹലോ കണ്ടക്ടറെ, ഒന്ന് നിർത്തിക്കേ. ഒരു VIP ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വില മുടക്കി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ നോക്കണ്ട, പെമ്പിള്ളേരൊക്കെ അവിടെ നോട്ടെ. ഇങ്ങോട്ട് നടക്കടാ. ഇങ്ങോട്ട് ഇറങ്ങാൻ. നടക്കേ. നീ ഒപ്പത്തിനൊപ്പം നടക്കാറായില്ല കേട്ടോ. നീ കുറച്ച് പുറകിന്നാ മതി. തലേന്നും ചൊറിയണ്ട. തലയൊക്കെ നമുക്ക് കോടതി ചെന്നിട്ട് ചൊറിയാം കേട്ടോ. ഇപ്പൊ ചൊറിഞ്ഞാൽ മുടി കൊഞ്ഞു. എടാ, മൈസൈറ്റ് ചോദിക്കുമ്പോഴേ ഉള്ള കുറ്റങ്ങ് ഏറ്റ് പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഇതൊരാവശ്യമില്ലാത്ത പോക്കാണ്. എന്തുമാത്രം മോഷണം ഞാൻ നടത്തിയിരിക്കണം. അപ്പോഴൊന്നും കോടതി കയറേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു വിലങ്ങ്. ചിരിക്കല്ലേ. വിലം കിട്ടി ചിരിച്ചാൽ നടുവിലങ്ങും. കണ്ടു. ആരാ? എന്റെ അമ്മായിമ്മടെ നാത്തോൻ. ഒരു കാര്യം അന്വേഷിക്കാതെ. ഒരു കാര്യം അന്വേഷിക്കാതെ. കോളേജിലേക്കായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ essay ടെസ്റ്റ് പിന്നെ എഴുതി. ഞാൻ ചോദിച്ചില്ലല്ലോ. എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. അയ്യോ
ഈരാശുരെ കൊണ്ടുപോയി ഓടി വാ അയ്യോ എന്തെങ്കിലും പറ്റിയോ? സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞുള്ളതാ.